ഹലോ, ഇന്നത്തെ വീഡിയോയിൽ സ്പെറിക്കൽ മിറേഴ്സും അതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന റിലേറ്റഡ് ടേംസുമാണ് പറയാൻ പോകുന്നത്. ഈ പിക്ചറിൽ നിങ്ങൾ കാണുന്നത് ഒരു സ്പിയറാണ്. ഈ സ്പിയറിൻ്റെ ഓരോ ഭാഗത്തു നിന്നും കട്ട് ചെയ്തെടുത്ത രീതിയിലാണ് നമുക്ക് സ്പെറിക്കൽ മിറേഴ്സ് കാണാൻ കഴിയുക. അതായത് സ്പെറിക്കൽ മിറേഴ്സ് രണ്ട് തരത്തിലാണുള്ളത്. ഒന്ന് കോൺകേവ് മിറർ, മറ്റേത് കോൺവെക്സ് മിറർ. ഈ യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്ത് വരുന്നത് റിഫ്ലക്റ്റിംഗ് പാർട്ടാണ്. ഇൻ കോൺകേവ് മിറർ ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഇൻവേർഡ്സ്. കോൺകേവ് മിറർ ഈസ് എ പാർട്ട് ഓഫ് എ സ്പിയർ, സോ കോൺകേവ് മിറർ ഈസ് കോൾഡ് സ്പെറിക്കൽ മിറർ. ഓക്കെ, ഇനി റിഫ്ലക്റ്റിംഗ് സർഫേസ് തിരിച്ചാണെങ്കിലോ, അതായത് റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് കർവ്ഡ് ഔട്ട്വേർഡ്സ് ആണെങ്കിൽ നമുക്ക് പറയാം അതിനെ കോൺവെക്സ് മിറർ. കോൺവെക്സ് മിറർ ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് എ സ്പിയർ. ഇവിടെ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ലൈറ്റിൻ്റെ ഡയറക്ഷൻ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലോട്ട് തന്നെ ആയിരിക്കണം. ഇനി കോൺകേവ് മിററിലും കോൺവെക്സ് മിററിലും നമുക്ക് പഠിക്കേണ്ട കുറച്ച് ടേംസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം കോൺകേവ് മിററും അതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഭാഗങ്ങളും ഒക്കെ നമുക്ക് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് കോൺവെക്സ് മിററിലോട്ട് വരാം. കോൺകേവ് മിററും കോൺവെക്സ് മിററും ഒരു സ്പിയറിൻ്റെ ഭാഗമായിട്ട് വരും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അങ്ങനെയാണെങ്കിൽ അതിനെ ഒരു ഇമാജിനറി സ്പിയറായിട്ട് എടുക്കണം. ആ ഇമാജിനറി സ്പിയറിന് എന്തായാലും ഒരു സെൻറ്റർ ഉണ്ടാവുമല്ലോ. ആ സെൻറ്ററിനെയാണ് ഇവിടെ സെൻറ്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത്. സെൻറ്റർ ഓഫ് ദ ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് എന്ന് നമുക്ക് ഡെഫിനിഷൻ പറയാം. സെൻറ്റർ ഓഫ് കർവേച്ചർ. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് മിററിൻ്റെ മിഡ് പോയിൻ്റ് ആണ്. മിററിൻ്റെ മിഡ് പോയിൻറ്റിനെ പോൾ എന്നാണ് പറയുന്നത്. ഈ സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയും പോളിലൂടെയും നമുക്കൊരു ഇമാജിനറി ലൈൻ വരയ്ക്കാം. ഈ ഇമാജിനറി ലൈനെയാണ് പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറയുന്നത്. ഒരു സ്പിയറിനെ സംബന്ധിച്ച് സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ. അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസിനെ മിററിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. റേഡിയസ് ഓഫ് ദ ഇമാജിനറി സ്പിയർ ഓഫ് വിച്ച് ദ മിറർ ഈസ് എ പാർട്ട് എന്ന ഡെഫിനിഷൻ പറയാം. ഇനി സിക്കും പിക്കും ഇടയിലായിട്ടൊരു മിഡ് പോയിന്റ് വരുന്നുണ്ട്. അതിനെ പ്രിൻസിപ്പൽ ഫോക്കസ് എന്നാണ് പറയുന്നത്. ശരിക്കും ഈ പോയിന്റിനാണ് ലൈറ്റ് റേസ് എല്ലാം വന്ന് മീറ്റ് ചെയ്യുന്നത്, പ്രിൻസിപ്പൽ ഫോക്കസിൽ. ഫോക്കസ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് എന്ന് പറയാം. അത് സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എഫ് മിഡ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ രണ്ട് ഡിസ്റ്റൻസും ഈക്വലായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ഫോർമുല ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാനായി റേഡിയസിൻ്റെ ഹാഫ് എടുത്താൽ മതിയാവും. അതായത് സ്മോൾ എഫ് ഈക്വൽസ് r/2 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഈ ഇക്വേഷനിൽ നിന്നും 2f എന്നത് റേഡിയസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനി മിററിൽ ഈ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഭാഗം എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് പറയാം അപ്പർച്ചർ എന്ന് പറയാം. അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് പറയാം. ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. സി എന്ന് പറയുന്നത് സ്പിയറിൻ്റെ ഇമാജിനറി സെൻറ്ററാണ്. എഫ് എന്ന് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പൽ ഫോക്കസ് ആണ്. സ്മോൾ എഫ് ഫോക്കൽ ലെങ്ത് ആണ്. സെൻറ്റർ മുതൽ പോൾ വരെയുള്ള ഡിസ്റ്റൻസിനെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്നാണ് പറയുന്നത്. ഇനി നമ്മളൊരു കാര്യം കൂടെ പഠിച്ചു, അപ്പർച്ചർ. എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് ഈസ് അപ്പർച്ചർ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. ഇവിടെ ഒരു ലൈറ്റ് റേ മിററിൻ്റെ റിഫ്ലക്റ്റിംഗ് സർഫേസിൽ വന്ന് വീഴുകയും അവിടെ നിന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും പ്രിൻസിപ്പൽ ഫോക്കസിലൂടെയാണ് പോയിരിക്കുന്നത്. ഒരു ലൈറ്റ് റേ വരയ്ക്കുമ്പോൾ കൃത്യമായിട്ട് അതിൽ നമ്മൾ ആരോ മാർക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ വീണ്ടും നമ്മൾ മറ്റൊരു ലൈറ്റ് റേ വരുന്നുണ്ട്. അതും റിഫ്ലക്റ്റ് ചെയ്ത്
പോകുന്നത് ആ പോയിന്റിൽ തന്നെയാണ്, അതായത് ഫോക്കസിലൂടെ തന്നെയാണ് അത് റിഫ്ലക്റ്റ് ചെയ്ത് പോയിരിക്കുന്നത്. അപ്പോൾ ഫോക്കസിന് നമ്മൾ കറക്റ്റ് ഒരു ഡെഫിനിഷൻ പറയുവാണെങ്കിൽ എന്താണ്, റിഫ്ലക്റ്റഡ് റേ മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് വേണമെങ്കിൽ പറയാം. എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വെയർ ഓൾ ദ റിഫ്ലക്റ്റഡ് റേസ് മീറ്റ് എന്ന് വേണമെങ്കിൽ നമുക്കിതിന് ഡെഫിനിഷനായിട്ട് പറയാം. ഓക്കെ, ഇനി കോൺവെക്സ് മിററുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ടേംസാണ് അടുത്ത് പറയാൻ പോകുന്നത്. കോൺവെക്സ് മിററും ഒരു സ്പിയറിൻ്റെ ഭാഗമായിട്ട് വരുന്നത് കൊണ്ട് ഇതിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ഇമാജിനറി സ്പിയർ വരയ്ക്കാവുന്നതാണ്. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നേരത്തെ പഠിച്ച എല്ലാ കാര്യങ്ങളും ബിഹൈൻഡ് ദ മിറർ ആയിട്ടാണ് വരുന്നത്. കാരണം ഈ കോൺവെക്സ് മിററുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സ്പിയർ ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ പോയിൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സെൻറ്റർ ഓഫ് കർവേച്ചറും ഇനി ഫോക്കസും ഫോക്കൽ ലെങ്തും എല്ലാം നമുക്ക് ബിഹൈൻഡ് ദ മിററായിട്ട് എടുക്കാം. ഇവിടെയും റിഫ്ലക്റ്റിംഗ് സർഫേസിൻ്റെ മിഡ് പോയിൻറ്റിന് നമ്മൾ പോളായിട്ട് പറഞ്ഞു. പോളിലൂടെയും സെൻറ്റർ ഓഫ് കർവേച്ചറിലൂടെയും പാസ് ചെയ്യുന്ന ഇമാജിനറി ലൈനിനെ പ്രിൻസിപ്പൽ ആക്സിസ് എന്നാണ് പറയുന്നത്. സിക്കും പിക്കും ഇടയിലുള്ള മിഡ് പോയിൻറ്റിനെ ക്യാപിറ്റൽ എഫ് പ്രിൻസിപ്പൽ ഫോക്കസ് ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ഫോക്കസ് മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസിനെ ഫോക്കൽ ലെങ്ത് ആയിട്ട് നമുക്ക് പറയാം. നേരത്തെ പറഞ്ഞതുപോലെ സി മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസാണ് റേഡിയസ് ഓഫ് കർവേച്ചർ. റേഡിയസ് ഓഫ് കർവേച്ചർ അറിയാമെങ്കിൽ നമുക്ക് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാം. എഫ് ഈക്വൽസ് r/2 എന്ന റിലേഷൻ ഉപയോഗിച്ച് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാൻ കഴിയും. ഇവിടെയും ടോട്ടൽ ഏരിയ ഓഫ് റിഫ്ലക്ഷൻ അപ്പർച്ചർ ആണ്. ഡെഫിനിഷൻ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ എഫക്റ്റീവ് ഡയമീറ്റർ ഓഫ് ദ റിഫ്ലക്റ്റിംഗ് സർഫേസ് എന്ന് വേണമെങ്കിൽ നമുക്കതിൻ്റെ ഡെഫിനിഷൻ പറയാൻ കഴിയും. ഇവിടെ കോൺവെക്സ് മിററിൻ്റെ കേസിൽ ലൈറ്റ് റേ വന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന നമുക്കിവിടെ കാണാൻ കഴിയും. ശരിക്കും ഇത് ഇമാജിനറി ഫോക്കസിൽ നിന്നും വരുന്നതായിട്ട് തോന്നിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് അപ്പിയേഴ്സ് ടു ഡൈവേർജ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ആ പോയിന്റ് ഫോക്കസിന് നമുക്ക് ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ എ പോയിന്റ് ഓൺ ദ പ്രിൻസിപ്പൽ ആക്സിസ് വെയർ ദ റിഫ്ലക്റ്റഡ് റേസ് അപ്പിയേഴ്സ് ടു ഡൈവേർജ് എന്ന് പറയാം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ഈ ഇൻസിഡൻറ്റ് റേ എന്തുകൊണ്ടാണ് ആ പോയിന്റിൽ തട്ടിയിട്ട് മുകളിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തത് എന്നൊരു ഡൗട്ട് നമുക്ക് എന്തായാലും തോന്നും. അതിൻ്റെ റീസൺ പറയുന്നതിന് മുന്നേ നമുക്ക് ലോസ് ഓഫ് റിഫ്ലക്ഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തെടുക്കാം. മിററിൽ ലൈറ്റ് റേ ഫോൾ ചെയ്യുമ്പോൾ അതിന് റിഫ്ലക്ഷൻ ഉണ്ടാകുന്നു. ഏത് പോയിന്റിലാണോ ലൈറ്റ് വീണത് അത് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അവിടെ ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുന്നു. അതിന് ശരിക്കും നമ്മൾ എന്താ പറയുക, നോർമൽ എന്നാണ് പറയുക. ഈ നോർമൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് ആംഗിളും മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ എല്ലാ കേസിലും ആപ്ലിക്കബിൾ ആകണം. സർഫേസ് കർവ്ഡ് ആണെങ്കിലും സർഫേസ് പ്ലെയിൻ ആണെങ്കിലും ഏത് സർഫേസിലാണെങ്കിലും ഈ കണ്ടീഷൻ അപ്ലൈ ചെയ്തിരിക്കണം. അതുകൊണ്ട് തന്നെ അത് നമുക്കിപ്പോൾ മിററിൻ്റെ കേസിൽ നോക്കാം. കോൺവെക്സ് മിററിൻ്റെ കേസിൽ നോക്കാം. ആ പോയിന്റിൽ, ആ യെല്ലോ ഡോട്ട് കണ്ട പോയിന്റിൽ ലൈറ്റ് വീഴുകയാണ്. ഇനി ഇവിടെ ശരിക്കും നോർമൽ വരയ്ക്കുകയാണെങ്കിൽ ഒരു പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കണം. അത് സിയിലൂടെ തന്നെ പാസ് ചെയ്യണം. സിയിലൂടെ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഇതാണിപ്പോൾ ഇവിടെ നോർമൽ. ഇനി ഈ നോർമലിനെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ഇൻസിഡൻറ്റ് ആംഗിളും റിഫ്ലക്റ്റഡ് ആംഗിളും മെഷർ ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ഇൻസിഡൻറ്റ് റേ എപ്പോഴും മുകളിലോട്ട് തന്നെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കോൺകേവ് മിററിൻ്റെ കേസിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ടാവണം, അതുപോലെ സി ഉണ്ടാകണം, മിഡ് പോയിൻ്റ് ആയിട്ട് എഫ് വരയ്ക്കണം. ഒരു ലൈറ്റ് റേ വരുന്നുണ്ട്, മിററിൽ വീഴുന്നു. ആ പോയിൻറ്റിനെയാണ് നമ്മൾ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് ഓഫ് ഇൻസിഡൻസിൽ വെച്ചിട്ടാണ് നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കേണ്ടത്. പെർപെൻഡിക്കുലർ ലൈനാണ് നോർമൽ. കർവ്ഡ് സർഫേസ് ആയത് കാരണം പെർപെൻഡിക്കുലർ ലൈൻ എപ്പോഴും
സിയിലൂടെ ആയിരിക്കണം പാസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇനി നിങ്ങൾക്ക് ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് മെഷർ ചെയ്യാം. അതേ ആംഗിൾ വേണം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യേണ്ടത്. അങ്ങനെ വരുമ്പോൾ ഈ ലൈറ്റ് ശരിക്കും ഫോക്കസിലൂടെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ആ രണ്ട് ആംഗിൾ നമുക്ക് കാണാൻ പറ്റും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ രണ്ടും ഈക്വൽ ആയിരിക്കുകയും വേണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ സ്പെറിക്കൽ മിറേഴ്സ് പറഞ്ഞു തന്നു. അതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡിഫറെൻ്റ് ടേംസ്, അതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞായിരുന്നു. ഇനി വരുന്നത് റൂൾസ് ഓഫ് റിഫ്ലക്ഷനാണ്. ലൈറ്റ് റേ എങ്ങനെയാണ് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത് കോൺകേവിൻ്റെയും കോൺവെക്സിൻ്റെയും കേസിൽ, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം.